മന്നത്തു പത്മനാഭനെ കുറിച്ച് നമുക്കറിയാം. മന്നത്തു പത്മനാഭൻ ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്തു പത്മനാഭനാണ്. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്തു പത്മനാഭനാണ്. അതുപോലെ ഭാരത കേസരി എന്ന് മന്നത്തു പത്മനാഭനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ്. അതുപോലെ കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്തു പത്മനാഭനാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ്. അതുപോലെ മന്നത്തു പത്മനാഭനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. മന്നത്തു പത്മനാഭന്റെ ആത്മകഥ ഏതാണ്? എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്തു പത്മനാഭന്റെ ആത്മകഥ എൻ്റെ ജീവിത സ്മരണകൾ. ആരുടെ ആത്മകഥയാണ്? മന്നത്തു പത്മനാഭന്റെ ആത്മകഥയാണ്. പഞ്ചകല്യാണി നിരൂപണം രചിച്ചതാരാണ്? മന്നത്തു പത്മനാഭനാണ്. പഞ്ചകല്യാണി നിരൂപണം രചിച്ചതാരാണ്? മന്നത്തു പത്മനാഭനാണ്. അതുപോലെ മന്നത്തു പത്മനാഭനെ കുറിച്ച് പറയുകയാണെങ്കിൽ മന്നത്തു പത്മനാഭനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. 1914 ഒക്ടോബർ 31 മന്നത്തു പത്മനാഭനാണ് NSS സ്ഥാപിക്കുന്നത്. NSSന്റെ സ്ഥാപകൻ മന്നത്തു പത്മനാഭനാണ്. നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് മന്നത്തു പത്മനാഭൻ. അതുപോലെ മന്നത്തു പത്മനാഭനെ കുറിച്ച് പറയുകയാണെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യകാല ജനറൽ സെക്രട്ടറി ആയിരുന്നു ആര്? മന്നത്തു പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യകാല ജനറൽ സെക്രട്ടറി ആരായിരുന്നു? മന്നത്തു പത്മനാഭനാണ്. അതുപോലെ മന്നത്തു പത്മനാഭനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1924-25 കാലഘട്ടത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാക്കന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മന്നത്തു പത്മനാഭൻ. അതുപോലെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥ നയിച്ചത് ആരാണ്? മന്നത്തു പത്മനാഭനാണ്. സവർണജാഥ നയിച്ചു മന്നത്തു പത്മനാഭൻ. ജീവശിഖ യാത്ര നയിച്ചത് ആരാണ്? മന്നത്തു പത്മനാഭനാണ്. 1947 ചരിത്രപ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ്? മന്നത്തു പത്മനാഭനാണ്. മുതുകുളം എന്ന സ്ഥലം എവിടെയാണ്? ആലപ്പുഴയിലാണ്. മുതുകുളം ആലപ്പുഴ എന്ന സ്ഥലത്താണ്. അതുപോലെ മന്നത്തു പത്മനാഭനെ കുറിച്ച് പറയുകയാണെങ്കിൽ മന്നം ഷുഗർ മിൽ എവിടെയാണ്? പന്തളം. മന്നം ഷുഗർ മിൽ പന്തളം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. മന്നം ഷുഗർ മിൽ പന്തളം പത്തനംതിട്ട ജില്ലയിലാണ്. അതുപോലെ മന്നം സ്മാരകം എവിടെയാണ്? പെരുന്ന ചങ്ങനാശ്ശേരിയാണ്. NSSന്റെ ആസ്ഥാനം എവിടെയാണ്? പെരുന്ന ചങ്ങനാശ്ശേരിയാണ്. അതുപോലെ മന്നം ജയന്തിയായിട്ട് ആചരിക്കുന്നത് ജനുവരി 2. എല്ലാ വർഷവും ജനുവരി 2 മന്നം ജയന്തിയായിട്ട് ആചരിക്കാറുണ്ട്. മന്നം ജയന്തി കേരള സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചൊരു വ്യക്തിയായിരുന്നു മന്നത്തു പത്മനാഭൻ. അതിൽ ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ആര്? മന്നത്തു പത്മനാഭൻ. ഇത് കണ്ട മന്നത്ത് പത്മനാഭൻ്റെ ഫോട്ടോയാണ്. മന്നത്തു പത്മനാഭൻ്റെ കേട്ടോ. ഇത് അമ്മ പഠിപ്പിച്ച സ്കൂളിൽ നിന്നും അമ്മയ്ക്ക് ലഭിച്ചതാണ്. അമ്മ കുറേ വർഷം NSSന്റെ വനിതാ സമാജ മെമ്പറായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. കുറേ നാളായി കിട്ടിയിട്ട് അപ്പോൾ നമ്മുടെ പ്രിയ ഫ്രണ്ട്സിനെ കാണിച്ചതാണ് കേട്ടോ.